ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോ ഒരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ പഴം കൊണ്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു ഹെൽത്തി സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കണ്ടു നോക്കുക. അങ്ങനെ ആദ്യമായിട്ട് നമുക്ക് ഫില്ലിംഗ് ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ടൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് കശുവണ്ടി ഇട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ റോസ്റ്റ് ചെയ്ത കശുവണ്ടി ആയതുകൊണ്ട് അധികം റോസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നീട് അതിലേക്ക് 1.5 കപ്പോളം തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നീട് അതിലേക്ക് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് ചെറിയ ജീരകവും അതുപോലെ തന്നെ 3 ഏലക്കായുടെയും കുരു എടുത്തിട്ടൊന്ന് ചതച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നീട് അതിലേക്ക് ഒരു 1/4 കപ്പോളം ശർക്കര ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. അപ്പോൾ ആ ശർക്കരയിൽ നിന്ന് തേങ്ങയൊന്ന് നന്നായിട്ട് വിളയിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫില്ലിങ്. ഇനി നമുക്ക് വേണ്ടത് 2 പഴമാണ് എടുത്തിരിക്കുന്നത്. ഒരെണ്ണം കുറച്ച് വലുതും ഒരെണ്ണം ഭയങ്കര ചെറുതുമാണ്. അതൊന്ന് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായി പഴുത്ത പഴമാണ് കേട്ടോ ഏറ്റവും ബെസ്റ്റ്. അതാണെങ്കിൽ നമുക്ക് കൈ കൊണ്ടൊന്ന് ഉടച്ചു കൊടുത്താൽ മതിയാവും. എന്നിട്ട് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം ഉപ്പ് ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂണോളം നെയ്യും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് 1 കപ്പ് വറുത്ത അരിപ്പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുത്തിട്ട് ആ പഴത്തിൻ്റെ മിക്സിൽ തന്നെ നമുക്കത് കുഴച്ചെടുക്കണം. വേറെ വെള്ളമൊന്നും ചേർക്കാതെ തന്നെ. അപ്പോൾ പൊടി ആദ്യം ഒറ്റയടിക്ക് ഇട്ട് കൊടുക്കണ്ട, കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ കുറച്ചൊന്ന് ടൈറ്റായി തോന്നിച്ചത് കാരണം ഞാൻ ഒരു ചെറിയ പഴം കൂടി ഒന്ന് മിക്സിയിലിട്ട് അടിച്ചിട്ട് അതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ടോട്ടൽ 3 പഴം. അപ്പോൾ വലിയ പഴമാണെങ്കിൽ 2 എണ്ണ ചേർത്താൽ മതി കേട്ടോ. എന്നിട്ട് നന്നായിട്ട് കുഴച്ച് കൊടുക്കാം. കുഴച്ചെടുക്കുമ്പോൾ നല്ല ടൈറ്റായിട്ട് നമ്മൾ കുഴച്ചെടുക്കരുത്, കുറച്ച് ലൂസായിട്ട് വേണം കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇപ്പോൾ കണ്ടില്ലേ, ചപ്പാത്തി മാവിനേക്കാൾ കുറച്ചും കൂടി ലൂസായിട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. എന്നിട്ട് നമ്മുടെ കയ്യിൽ കുറച്ച് എണ്ണ തടവി കൊടുക്കുക കേട്ടോ. വെളിച്ചെണ്ണ എന്തെങ്കിലും തടവിയതിന് ശേഷം അതിൽ നിന്ന് ഓരോ ബോൾസ് ആക്കി എടുത്തിട്ട് കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ പരത്തി എടുക്കാം. നമ്മൾ കൊഴുക്കട്ടയ്ക്കൊക്കെ ചെയ്യില്ലേ, അതേ മെത്തേഡിൽ തന്നെ ചെയ്തെടുക്കാം കേട്ടോ. എന്നിട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ആ ഫില്ലിങ്ങിൽ നിന്ന് 1 ടീസ്പൂണോളം ഫില്ലിങ് ഉള്ളിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് അതൊന്നിങ്ങനെ അമർത്തി ഉണ്ടയാക്കി വെച്ചതിന് ശേഷം കൊഴുക്കട്ട പൊതിഞ്ഞെടുക്കുന്നത് പോലെ നല്ല ബോളാക്കി നമുക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ മാവ് നല്ല സോഫ്റ്റ് ആയിട്ടായിരിക്കും ഇരിക്കുന്നത്, ഒരു ടൈറ്റ് ഒന്നും ഉണ്ടാവില്ല. അപ്പം നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കി എടുക്കാവുന്നതാണ്. എന്നിട്ട് ഇങ്ങനെ അടിഭാഗം ഒന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് കയ്യിൽ വെച്ചിട്ട് നന്നായിട്ട് ബോൾ ഷേപ്പിലാക്കി എടുക്കാം. അപ്പോൾ കണ്ടില്ലേ, ഇങ്ങനെ ബോൾ ഷേപ്പാക്കി നമുക്ക് എല്ലാവരും ആക്കിയെടുക്കാം കേട്ടോ. ഒരെണ്ണം കൂടി ഞാൻ ചെയ്ത് കാണിക്കുന്നുണ്ട്. അതുപോലെ ചെയ്താലും നമുക്ക് കറക്റ്റ് ബോളായിട്ട് തന്നെ നമുക്ക് കിട്ടും. ഇങ്ങനെ ഉണ്ടയാക്കുമ്പോൾ ഏതെങ്കിലും ഒരു ഭാഗത്തുനിന്ന് ഇങ്ങനെ പൊളിഞ്ഞു പോരുകയാണെങ്കിൽ അവിടെ ഒരു ഇച്ചിരി മാവും കൂടി വെച്ച് കൊടുത്തതിന് ശേഷം ഇങ്ങനെ കയ്യിൽ വെച്ചിട്ടൊന്ന് ബോളാക്കി എടുക്കാം കേട്ടോ. അങ്ങനെ എല്ലാവരും ഞാൻ ബോളാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സ്റ്റീം ചെയ്തെടുക്കണം. അതിനായിട്ട് ഇഡ്ഡലി ചെമ്പിൽ തന്നെയായിട്ടാണ് സ്റ്റീം ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇഡ്ഡലി പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആ തട്ടിലേക്ക് നമുക്ക് ഓരോ ബോൾസും ഇങ്ങനെ വെച്ച് കൊടുക്കാം. അങ്ങനെ ആവി വരുമ്പോൾ നമുക്ക് സ്റ്റീം ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അതിൻ്റെ ടൈം എന്ന് പറയുന്നത് 10 മിനിറ്റ് നമ്മൾ ഇടുന്ന ഹൈ ഫ്ലെയിമിലും പിന്നീട് ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിലും ഇട്ടണം. അപ്പോൾ ഒരു 15 മിനിറ്റ് കൊണ്ട് നമുക്ക് ഈ സ്നാക്ക് കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ വളരെ ടേസ്റ്റിയും വളരെ ഹെൽത്തി ആയിട്ടുള്ള അടിപൊളി സ്നാക്കാണ്. ഇതുവരെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. പഴമൊക്കെ എന്തായാലും നമ്മുടെ വീടുകളിൽ എപ്പോഴും ഉണ്ടാവുന്നതാണ്. അപ്പോൾ ഒരു വെറൈറ്റിക്കൊക്കെ വേണ്ടിയിട്ട് ഈ പഴം കൊഴുക്കട്ട എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. പഞ്ചസാര ഒന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല, വളരെ ഹെൽത്തി ആയിട്ടുള്ള സ്നാക്കാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ആക്കാനൊന്നും മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇതുപോലുള്ള വീഡിയോ കാണുന്നത് വരെ താങ്ക് യു, ബൈ.